ഹരിയാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുർമീത് റാം റഹീം എന്ന ആൾദൈവം കേരളത്തിൽ വേരുറപ്പിക്കുന്നു. ദേരാ സച്ചാ സൗധ എന്ന ആത്മീയ സംഘടനയുടെ തലവനായ ഇയാൾ ഇടുക്കിയിലെ വാഗമൺ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇയാളുടെയും സംഘത്തിന്റെയും അടിക്കടിയുള്ള വാഗമൺ സന്ദർശനം സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകളും ഉയർന്നിട്ടുണ്ട്. Z+ കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷയാണ് ആൾ ദൈവത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നിഗൂഢ പശ്ചാത്തലവും വൻ സാമ്പത്തിക സ്രോതസ്സുമുള്ള വിഭാഗമാണ് ഹരിയാനയിലെ സാർസ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേരാ സച്ചാ സൗധ. ഇതിന്റെ ഇപ്പോഴത്തെ ഗുരു ഗുർമീത് റാം റഹീം സിംഗ് ആണ് അടിക്കടി കേരളത്തിലെത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 10 തവണയാണ് ഇയാൾ കേരളം സന്ദർശിച്ചത്. ഇടുക്കിയിലെ വാഗമൺ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ പ്രവർത്തനം. 100-ലധികം പേരാണ് ഗുരുജിയുടെ ശിഷ്യരെന്ന പേരിൽ വാഗമണിലെ 30 റിസോർട്ടുകളിലായി തങ്ങിയിരിക്കുന്നത്. എല്ലാ ദിവസവും പ്രദേശവാസികൾക്കായി ധ്യാന പരിപാടിയും ആൾദൈവത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ധ്യാന പരിപാടികളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട പ്രദേശവാസികൾ അടക്കമുള്ള നിരവധി പേർ പങ്കെടുക്കുന്നു. ആൾദൈവത്തെ ചുറ്റിപ്പറ്റി നിരവധി ഊഹാപോഹങ്ങളും പ്രദേശത്ത് പ്രചരിക്കുന്നുണ്ട്. വാഗമണ്ണിൽ വൻതോതിൽ സ്ഥലം വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നു, ആശ്രമം സ്ഥാപിക്കുന്നു തുടങ്ങിയവയാണ് പ്രചരണങ്ങൾ. എന്നാൽ ഇക്കാര്യം നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ ഗുർമീത് റാം റഹീം സിംഗ് തയ്യാറായില്ല. Z+ കാറ്റഗറിയിൽപ്പെട്ട കനത്ത സുരക്ഷയാണ് ആൾദൈവത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സുരക്ഷാ സേന, ഹരിയാന പോലീസ്, കേരള പോലീസ്, ബോംബ് സ്ക്വാഡ് എന്നീ 4 വിഭാഗങ്ങളെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. സിഖ് രാഷ്ട്രീയ വിഭാഗമായ അകാലിദളിന്റെ ഭീഷണിയുള്ളതിനാലാണ് കർശന സുരക്ഷ. ഏതായാലും പ്രദേശവാസികൾക്കിടയിൽ ആശങ്കയും അത്ഭുതവും സൃഷ്ടിച്ചിട്ടുണ്ട് ആൾദൈവത്തിന്റെ അടിക്കടിയുള്ള സന്ദർശനവും നിഗൂഢമായ പ്രവർത്തനങ്ങളും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.